ഒരു മുംബൈയിലാണെങ്കിൽ ബാലചന്ദ്രൻ പോയിരിക്കുന്ന വിവരം അലീനയെ അറിയിക്കുന്ന നമ്മുടെ മനുവിനെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അതായത് ബാലചന്ദ്രൻ അങ്കിൾ പോയിരിക്കുന്നത് അലീനെ നിന്റെ അച്ഛനെ കണ്ടെത്താനാണെന്നുള്ള ആ സത്യം തിരികെ വരുന്ന നമ്മുടെ അലീനയെ മനു അറിയിക്കുന്നു. ഇതേ സമയം അച്ഛൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു പദ്ധതി ആയിരുന്നെന്ന് എനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു മനുവേട്ട എന്ന് പറയുമ്പോൾ അതോർത്തൊന്നും നീ പേടിക്കണ്ട. അതായത് അങ്കിള് ആലോചിക്കുന്നത് നിന്നെ സുരക്ഷിതമാക്കി വെക്കാമോ അവിടെ കൊണ്ടുവിടാനാണ് അങ്കിളുടെ മനസ്സിലുള്ള തീരുമാനം. നിനക്ക് അച്ഛനെയും കാണാം, സ്നേഹിക്കണമെങ്കിൽ സ്നേഹിക്കാം, ഇവിടേക്ക് വരണമെന്ന് തോന്നുമ്പോൾ ഇവിടേക്കും വരാം, അങ്ങോട്ട് പോവാമെന്നുള്ളൊരു രീതിയിലേക്കായിരിക്കും അങ്കിൾ ചിലപ്പോൾ ചിന്തിച്ച് വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. എൻ്റെ പൊന്നെ, ഇനി അവരുടെ ജീവിതവും കൂടി തകർത്തു എന്നുള്ള ചീത്തപ്പേര് എനിക്ക് കിട്ടാൻ വേണ്ടിയാണോ അച്ഛൻ ഇങ്ങനെ ചെയ്യുന്നത്? അതല്ല, മനുവേട്ടൻ എങ്ങനെയാ അച്ഛൻ ഇങ്ങനെ പോയത്, ഇവിടേക്കാണ് പോയത് എന്ന് തിരിച്ചറിഞ്ഞത് എന്ന് ചോദിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ ഗംഗാധരമേനോനായ എൻ്റെ അങ്കിൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്കിളിനെ കണ്ട് അച്ഛൻ, അതായത് നിൻ്റെ അങ്കിൾ, അതായത് എൻ്റെ അങ്കിൾ നിൻ്റെ അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു എന്നും നിൻ്റെ യഥാർത്ഥ അച്ഛനെ കണ്ടെത്താനായിട്ട് ഒരുപാട് ക്ലൂകളും ഒരുപാട് വഴികളും പേരുകളും ഒക്കെ ചോദിച്ചെന്നും പറഞ്ഞു. കൂടാതെ അങ്കിളിനോട് പറയുകയും ചെയ്തു, എന്താണെന്ന് വെച്ചാൽ ഞാൻ തീർച്ചയായിട്ടും സ്റ്റാലിൻ എന്ന് പറയുന്ന നിൻ്റെ അച്ഛനെ കണ്ടുപിടിക്കുമെന്ന് ശപഥമെടുത്തിട്ടാണ് ബാലേന്ദ്രമേനോൻ പോയിരിക്കുന്നത് എന്ന് പറയുന്നു. അത് കേട്ടതും വെറുതെയല്ല അച്ഛനെ ഞങ്ങളന്ന് കോട്ടയത്ത് വെച്ച് എറണാകുളത്ത് വെച്ച് കണ്ടത് എന്ന് പറയുന്നു. അത് കേട്ടതും എന്നിട്ട് എങ്ങടാ പോകുന്നു പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ എന്നോടൊന്നും പറഞ്ഞില്ല, അച്ഛൻ്റെ മനസ്സിൽ എന്താണെന്നൊന്നും എനിക്ക് അറിയാനായിട്ട് കഴിഞ്ഞില്ല എന്ന് അലീന പറയുമ്പോൾ തീർച്ചയായിട്ടും നിൻ്റെ അച്ഛനെ തേടിയുള്ള യാത്രയിലാണ് അങ്കിൾ എന്ന് എന്ത് ചെയ്യുന്നു നമ്മുടെ മനു അലീനയോട് പറയുന്നു എന്നും നമുക്ക് കാണാം. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാനും ശ്രദ്ധിക്കണേ.